ഹായ് എല്ലാവർക്കും നമസ്കാരം. ഫിറോസ് ദാദുവാണ്. ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ വന്നു. വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ടെക്സ്റ്റുകൾ എഴുതുന്ന ആളുകൾക്ക് വ്യത്യസ്ത രീതിയിലുള്ള ഫോണ്ടിൽ ടെക്സ്റ്റുകൾ എഴുതാൻ സാധിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്താൻ പോകുന്നത്. പ്രത്യേകിച്ച് വാട്സപ്പിലൊക്കെ നിങ്ങൾ സ്റ്റാറ്റസ് സ്റ്റോറിയൊക്കെ വെക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫോട്ടോയുടെ മുകളിൽ വരെ നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഫോണ്ടിൽ ടെക്സ്റ്റുകൾ എഴുതാം. വാട്സപ്പിൽ ഓൾറെഡി ഉള്ളത് സാധാരണ രീതിയിലുള്ള ടെക്സ്റ്റുകൾ മാത്രമാണ്. അല്ല ടെക്സ്റ്റ് നമുക്ക് ഫോണ്ട് വലുതാക്കാനും ചെറുതാക്കാനുള്ള ഓപ്ഷൻ വാട്സപ്പിൽ ഉണ്ട് എങ്കിലും അപ്പുറത്തും ഇപ്പുറത്തും സ്റ്റാറോ ആഷോ ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ചെയ്യണം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള വ്യത്യസ്ത രീതിയിലുള്ള ഈ സ്ക്രീനിൽ കാണുന്ന പോലെയുള്ള ടെക്സ്റ്റുകളൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഈ കാണുന്ന രീതിയിലുള്ള ടെക്സ്റ്റുകൾ എഴുതാം. ഈ കാണുന്ന രീതിയിലുള്ള ടെക്സ്റ്റുകൾ എല്ലാം നിങ്ങൾക്ക് ഈ ആപ്പിനുള്ളിൽ നിന്ന് ചെയ്യാൻ സാധിക്കും. ഈ ആപ്പിൻ്റെ ലിങ്ക് ഇവിടെയൊക്കെ താഴെ കമൻറ്റ് ബോക്സിലുണ്ട്. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഇവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ട് ക്ലിക്ക് ചെയ്ത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. എങ്ങനെയാണ് ഈ ടെക്സ്റ്റുകളൊക്കെ എഴുതാം ഇവിടെ മനസ്സിലാക്കാം. ഫോട്ടോ പുറത്ത് ഇത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അവിടെ ലെറ്റ്സ് ഗോ എന്നുള്ള ഭാഗത്ത് കൂടുതൽ ടച്ച് ചെയ്യുക. ഇവിടെ ഭാഷകൾ നിങ്ങൾക്ക് ആവശ്യാനുസരണം ഏതാണ് വേണ്ടത് സെലക്ട് ചെയ്യാൻ. താഴെ മലയാളമുണ്ട്. പക്ഷേ മലയാളത്തിലാണ് നല്ലത്. നമുക്ക് ഇംഗ്ലീഷ് തന്നെയാണ്. ഫസ്റ്റിൽ കാണുന്ന ഇംഗ്ലീഷിൻ്റെ ഭാഗത്ത് ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്ത് പെർമിഷൻ നിങ്ങൾ ഇതുപോലെ അലോ ചെയ്യുക. ഇവിടെ ക്രിയേറ്റ് ടെക്സ്റ്റ് എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും. അതിന് മേലെ ടച്ച് ചെയ്യുക. അതിന് മേലെ ടച്ച് ചെയ്ത് ഏറ്റവും മുകളിൽ ഹലോ എന്നുള്ള ഭാഗത്ത് ഉള്ളത് ഹലോ ഒഴിവാക്കിയതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ ടെക്സ്റ്റ് എഴുതാൻ ഉദ്ദേശിക്കുന്നത് ആ ടെക്സ്റ്റ് നിങ്ങൾ എഴുതി കൊടുക്കുക. എന്തൊക്കെയാണ് ഫിറോസ് ദാദു എന്ന് എഴുതുന്നു. ഓക്കെ, ഫിറോസ് ദാദു എന്ന് എഴുതിയ ശേഷം താഴേക്ക് നിങ്ങളൊന്ന് ജസ്റ്റ് സ്ക്രോൾ ചെയ്യുമ്പോൾ ഒട്ടനവധി ഫോണ്ടുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഏത് ഫോണ്ടാണോ വേണ്ടത് ആ ഫോണ്ട് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. അപ്പോൾ നീല ഫോണ്ടുകൾ നിങ്ങൾ ഈ ഫോണ്ട് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ടുകൾ ഏതാണോ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഞാൻ തൽക്കാലം ഇതിൽ നിന്ന് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഫോണ്ട് സെലക്ട് ചെയ്യാം. ഇതിൽ നിന്നും ഒട്ടനവധി ഉണ്ട്. നമുക്ക് ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഇവിടെ നിന്നുകൊണ്ട് ഒരുപാട് വെറൈറ്റി ഫോണ്ടുകൾ നമുക്ക് ഓരോരുത്തരുടെ കണ്ണിൽ ഓരോന്നും ഇഷ്ടപ്പെടുക. എൻ്റെ കണ്ണിൽ ഇഷ്ടപ്പെട്ട് ഞാൻ ഫസ്റ്റത്തെ ഒരു 1-2 ഓക്കെ, ഈ കാണുന്നത് ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് സൈഡിലായിട്ട് ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ ബട്ടണ്, അതുപോലെ ഇവിടെ ഒരു ബട്ടണ്, അതുപോലെ ഇമോജി, ഇതൊക്കെ നമുക്ക് ആ ടെക്സ്റ്റിനുള്ളിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അതിന് മേലെ ടച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ സൈഡിലേക്ക് ഈ ഒരു ഫിറോസ് ദാദു എന്നുള്ളതിൻ്റെ ഫസ്റ്റിലെ ഭാഗത്തേക്ക് നമുക്കൊരു ടെക്സ്റ്റ് ഈ ഒരു സാധനം കൊടുക്കണം. ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ മേലെ ടച്ച് ചെയ്യുക. അതവിടെ എത്തിക്കഴിഞ്ഞു. ഈ കാണുന്ന ഭാഗത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ രണ്ടാമത്തത് സെലക്ട് ചെയ്യുക. അപ്പോൾ വേറെ രീതിയിലൊരു ഫോണ്ടായി മാറി. കണ്ടില്ലേ? ഇനി അതിലേക്ക് നമുക്ക് ഇമോജിയുടെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടനവധി ഇമോജികളുണ്ട്. നമുക്ക് ഏതാണോ വേണ്ടത്, എന്ത് ഇമോജിയാണോ വേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഇഷ്ടമുള്ള ഇതെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം ഡൺ എന്നുള്ള ബട്ടൺ മേലെ ക്ലിക്ക് ചെയ്യാം. അതിന് സ്റ്റൈൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഒട്ടനവധി സ്റ്റൈലുകളുണ്ട്. നമുക്ക് ഈ ഒരു സ്റ്റൈലാണെങ്കിൽ ഈ സ്റ്റൈലാക്കാം, ഈ സ്റ്റൈലാണെങ്കിൽ ഈ സ്റ്റൈലാക്കാം. ഇനി ഒരു കട്ടിയുള്ള ഫോണ്ടാണെങ്കിൽ കട്ടിയുള്ള ഫോണ്ടാക്കാം. ഇനി ഒരു ബോക്സിലുള്ള ബോക്സിലാക്കാം. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ തൽക്കാലം ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഫസ്റ്റ് തന്നെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഈ തന്നെ സെലക്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ ഡൺ എന്നുള്ള ബട്ടൺ മേലെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ചെറിയ പരസ്യം വരും. പരസ്യം ഇൻറ്റു മാർക്ക് കൊടുത്ത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ കോപ്പി എന്ന് കാണിക്കും. അത് കോപ്പി എന്നുള്ള ബട്ടൺ മേലെ ടച്ച് ചെയ്യുക. അപ്പോൾ അത് കോപ്പി ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി ബാക്ക് അടിക്കുക. ഇതുപോലെ ഒന്നാൽ ഇത് ക്ലോസ് ചെയ്യണം. പൈസ കൊടുത്ത് വാങ്ങേണ്ടത് ചോദിക്കുക. നമുക്ക് പൈസ കൊടുക്കേണ്ട ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. ഇനി ഒന്നുകൂടി ബാക്ക് അടിക്കുക. ഒന്നുകൂടി ബാക്ക് കൊടുത്തതിന് ശേഷം ഇവിടെ താഴെ ഫോർ യു എന്നുണ്ടല്ലേ, അതിന് മേലെ ടച്ച് ചെയ്യുക. ഇവിടെ ടെക്സ്റ്റ് ആർട്ട്, സ്റ്റൈൽ ആർട്ട്, സ്റ്റൈലിഷ് ബയോ, അങ്ങനെ നമുക്ക് ഓരോരോ കാറ്റഗറി ഉണ്ട്. അപ്പോൾ ബർത്ത്ഡേ ആനിവേഴ്സറി ആണെന്നുണ്ടെങ്കിൽ ബർത്ത്ഡേ എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യുക. ഇവിടെ ബർത്ത്ഡേക്ക് ആവശ്യമായിട്ടുള്ള ഓരോ ടെക്സ്റ്റുകളും ഇവിടെ ഉണ്ട്. ജസ്റ്റ് ഈ കാണുന്ന ഭാഗത്തുള്ള ഇതിൻ്റെ മേലെ കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് ആർക്കാണോ ബർത്ത്ഡേ വിഷസ് അറിയിക്കണം. വാട്സപ്പിലൊക്കെ പല ആൾക്കാരും ബർത്ത്ഡേ വിഷസ് അറിയിക്കും. ജസ്റ്റ് കാണിച്ചിടാം. ആദ്യം ഞാനിവിടെ എഴുതിയ ആ ടെക്സ്റ്റ് ഞാൻ ജസ്റ്റ് ഇവിടുന്ന് കോപ്പി ചെയ്ത് കാണിച്ചു കേട്ടോ. ഇവിടെ നിന്നുകൊണ്ട് ഇതാണ്. ഓക്കെ, ആ ടെക്സ്റ്റ് ഞാനിവിടെ നേരത്തെ അവിടെ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്തു. വ്യത്യസ്തമായിട്ടുള്ളൊരു ടെക്സ്റ്റായി മാറി. ഇനി ഞാൻ നേരത്തെ കാണിച്ചത് ഹാപ്പി ബർത്ത്ഡേ. ഇപ്പോൾ നമ്മൾ കൂട്ടുകാരൊക്കെ വാട്സപ്പിൽ ആർക്കെങ്കിലും ബർത്ത്ഡേ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ആ ബർത്ത്ഡേ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് തൽക്കാലം ഈ കാണുന്ന ബർത്ത്ഡേ കോപ്പി ചെയ്തു. ബർത്ത്ഡേ കോപ്പി ചെയ്തതിന് ശേഷം അതും ഞാൻ ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്തു. ഹലോ, ഹാപ്പി ബർത്ത്ഡേ. ഇതുപോലെ പല രീതിയിൽ ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ഫോട്ടോകൾ ആഡ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു ഫോട്ടോയുടെ മുകളിലൊക്കെ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ടെക്സ്റ്റ് ആർട്ട്, സ്റ്റൈലിഷ് ആർട്ട്, ഈ ടെക്സ്റ്റ് ആർട്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ കാര്യം വരിക. ഇവിടെ നമ്മൾ നേരത്തെ അവിടെ നിന്ന് കോപ്പി ചെയ്ത ടെക്സ്റ്റ് ഇല്ല, അത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ലോങ് പ്രസ് വെക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് പ്രസ് വെക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് ഇവിടെ എഴുതി കൊടുക്കണം. ഇവിടെ ചെയ്യേണ്ടത് ഡബിൾ ടാപ്പ് ടു എഡിറ്റ് എന്നാണ്. അപ്പോൾ ഡബിൾ ടാപ്പ് ചെയ്യുക. നമ്മൾ ആവശ്യമുള്ള നമ്മൾ എന്താണ് എഴുതിയത് അത് ഇവിടെ ലോങ് പ്രസ് നോക്കിയിട്ട് നമുക്ക് പേസ്റ്റ് ചെയ്യാം. അതെല്ലാം നിങ്ങൾക്ക് വേറെ ഒന്ന് എഴുതി കൊടുക്കണമെങ്കിൽ വേറെ ഒന്ന് എഴുതി കൊടുക്കാം. തൽക്കാലം ഫിറോസ് ദാദു തന്നെ എഴുതുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കളറൊക്കെ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഫോണ്ടിൻ്റെ വലിപ്പം മാറ്റണമെങ്കിൽ മാറ്റാം. വ്യത്യസ്തമായിട്ടുള്ള ഫോണ്ടുകൾ ഇവിടെയുണ്ട്. നമുക്ക് ഏതാണോ വേണ്ടത് അത് ഇവിടെ നിന്ന് കൂടി സെലക്ട് ചെയ്യാം. ഓക്കെ, ഇത് ഒരു വെറൈറ്റി ഫോണ്ടാണ്. ഇങ്ങനെ എന്താ രസമുള്ള ഫോണ്ട്. നമുക്ക് കൈ വിരൽ കൊണ്ട് ജസ്റ്റ് വലുതാക്കിയിട്ട് ഈ ഒരു ലെവൽ വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. അതിനാൽ വാൾപേപ്പർ, എന്തെങ്കിലും വാൾപേപ്പറൊക്കെ ഇതിൽ ഓൾറെഡി ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള വാൾപേപ്പറുകളൊക്കെ ഇതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും.
തൽക്കാലം ഇതെടുത്തു കേട്ടോ. അപ്പോൾ ഫിറോസ്ദാദ് ഇവിടെ വന്നു കഴിഞ്ഞു. ഇതുപോലെ പോസ്റ്റർ ഉണ്ടാക്കാൻ സാധിക്കും. താഴെ കാണുന്ന ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ മേലെ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ആപ്പാണ്. മാക്സിമം കൂട്ടുകാർ ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.